ഒരിക്കൽ ഒരു രാജാവ് ഒരു സ്വപ്നം കണ്ടു. വായിലെ പല്ലെല്ലാം പോയി ഒരു പല്ല് പോലും ഇല്ലാതെ താൻ ജീവിക്കുന്നത്. അതായിരുന്നു രാജാവ് കണ്ട സ്വപ്നം. കാലത്തെഴുന്നേറ്റ് വന്ന രാജാവിന് വല്ലാതെ ഭയം തോന്നി. ഒരു ജ്യോത്സ്യനെ വിളിച്ച് താൻ കണ്ട സ്വപ്നം പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ രാജാവ് ജ്യോത്സ്യനോട് പറഞ്ഞു. താളിയോലകളും ഗ്രന്ഥങ്ങളും പരിശോധിച്ചതിന് ശേഷം ജ്യോത്സ്യൻ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങേക്ക് മുൻപേ അങ്ങയുടെ പത്നിയും സന്താനങ്ങളും ബന്ധുജനങ്ങളും മരിക്കും എന്നാണ് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന്. ഇത് കേട്ട രാജാവിന് വല്ലാതെ ദേഷ്യം വന്നു. ഭടന്മാരോട് ജ്യോത്സ്യനെ തുറങ്കിലടയ്ക്കാൻ മഹാരാജാവ് ഉത്തരവിട്ടു. മറ്റൊരു ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി താൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറയാൻ രാജാവ് ആ ജ്യോത്സ്യനോട് ആവശ്യപ്പെട്ടു. അതേ താളിയോലകളും അതേ ഗ്രന്ഥക്കെട്ടുകളും പരിശോധിച്ച ശേഷം ആ ജ്യോത്സ്യൻ മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ പത്നി, സന്താനങ്ങൾ, ബന്ധുജനങ്ങൾ ഇവരെക്കാളെല്ലാം ആയുസ് അങ്ങേക്ക് കൂടുതലായിരിക്കും എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് എന്ന്. രാജാവിന് സന്തോഷമായി. ജ്യോത്സ്യന് കൈനിറയെ സമ്മാനങ്ങൾ കൊടുത്ത് ജ്യോത്സ്യനെ രാജാവ് പറഞ്ഞയച്ചു. രണ്ട് ജ്യോത്സ്യന്മാരും പറഞ്ഞത് ഒരേ കാര്യം, പക്ഷേ ഉപയോഗിച്ച വാക്കുകൾ അതാണ് വ്യത്യാസം. ഒരു ചീത്ത കാര്യമാണെങ്കിൽ കൂടി നമ്മൾ പറയുന്ന വാക്കുകൾ, അവതരിപ്പിക്കുന്ന രീതി അതാണ് കേൾക്കുന്ന വ്യക്തിയെ അതെങ്ങനെ ബാധിക്കും എന്ന് തീരുമാനിക്കുന്നത്. നമ്മളാൽ മറ്റൊരാൾ വേദനിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. വേദനിപ്പിക്കാതെയും സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും.